പാമ്പാണല്ലോ ഇപ്പോൾ മൊത്തം വാർത്തയിൽ ഉള്ളത്. ഇപ്പോൾ നമ്മളൊരു ഏകദേശം ഡാറ്റ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞൊരു 20 വർഷത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ മൊത്തം 10 ലക്ഷം ആളുകളോളം ഈ പാമ്പ് കടിച്ചിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഒരു വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 50,000 മുതൽ 60,000 ആളുകൾ വരെ. ഒരു കൺസേൺ ആണോ എന്ന് ചോദിച്ചാൽ കൺസേൺ ആണ്. ഇപ്പോൾ കേരളത്തിലെ കണക്കുകളും വലിയ വ്യത്യസ്തമായിരിക്കില്ല. അപ്പോൾ ഇത് പേടിക്കേണ്ടതാണോ എന്ന് ചോദിച്ചാൽ പേടിക്കണം. പക്ഷേ ഓവറായിട്ട് ഭയപ്പെടുത്തുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് പാമ്പിൻ്റെ ഒരു വിഷയത്തിൽ പൊതുവേ നമ്മൾ ഏതൊരാൾക്കും, ഇപ്പോൾ നമ്മൾ ഈ ഒരു പാമ്പിനെക്കുറിച്ചും അതിൻ്റെ സ്വഭാവത്തെക്കുറിച്ചും അതിൻ്റെ ടൈപ്പിനെ കുറിച്ചൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് പാമ്പ് കടിച്ചാലും പ്രശ്നമാണ്. അപ്പോൾ അതിൽ നമ്മൾ കുറേ മിത്തുകൾ, പാമ്പ് എല്ലാ പാമ്പുകൾക്കും വിഷമുള്ളതാണോ, വിഷമുള്ള പാമ്പുകൾ കടിച്ചാൽ എന്തായാലും ASP എന്ന് പറഞ്ഞിട്ടുള്ള അതിനുള്ള മരുന്ന് കൊടുക്കണോ, മോഡേൺ മെഡിസിനിൽ ഇതിനുള്ള മരുന്നുണ്ടോ, സയൻറ്റിഫിക്കലി ഇതിന് വേറെ എന്തെങ്കിലും മരുന്നുകൾ എന്തെങ്കിലും അവൈലബിൾ ആണോ, ഇനി ആ മരുന്നുകൾ ഉപയോഗിച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ പറ്റും, ഇങ്ങനെ കുറേ സംശയങ്ങൾ ഈ പാമ്പ് കടിയുമായിട്ടുണ്ട്. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ തോന്നുന്നു അല്ലേ? അതെ, പാമ്പ് ചില സീസണുകളിൽ പാമ്പ് കടിച്ച് വരുന്ന കേസുകൾ കൂടുന്നുള്ളതൊരു ഫാക്റ്റ് തന്നെ. അതിപ്പോൾ ചൂടുകാലം ചെറിയ ബന്ധം ഉണ്ടാവും. നമ്മൾ ലോജിക്കലി ആലോചിക്കുമ്പോൾ പാമ്പ് മാളത്തിൽ നിന്നും പിന്നെ പകൽ സമയത്ത് മാളത്തിൽ ഇങ്ങനെ നിൽക്കും, രാത്രി മാളത്തിലുള്ളതിനേക്കാൾ തണുപ്പ് പുറത്താകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇറങ്ങാം. അതൊക്കെ നമ്മുടെ ഒരു ലോജിക്കൽ തിങ്കിങ്, എല്ലാവർക്കും ആലോചിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷേ സയൻറ്റിഫിക്കലി പറയുമ്പോൾ ഈ ഏപ്രിൽ മെയ് മാസത്തിലാണ് പാമ്പുകളുടെ മുട്ടകൾ കൂടുതൽ വിരിയുന്നത്. അതിൻ്റെ മുട്ട വിരിയുന്നൊരു സമയം അതാണ്. അപ്പോൾ ഒരു സീസൺ അതുകൊണ്ടാണ് ഇങ്ങനെ, അതായത് വെറും ചൂടുള്ളതുകൊണ്ടൊന്നുമല്ല, മുട്ടകളുടെ വിരിയലിൻ്റെ എണ്ണം പിന്നെ കൂടുതൽ മുട്ട വിരിയുന്നൊരു സമയം കൂടിയാണ് ഏപ്രിൽ മെയ് മാസം എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് മൺസൂണിൻ്റെ തുടക്കത്തിലാണ്. അപ്പോൾ ഈ രണ്ട് സമയത്തും പിന്നെ പാമ്പുകളുടെ എണ്ണം, പാമ്പ് കടിച്ചിട്ടുള്ള കേസുകളുടെ എണ്ണം കൂടും. മൺസൂണിൻ്റെ തുടക്കത്തിൽ പലപ്പോഴും ഈ മാളങ്ങളിലൊക്കെ വെള്ളം കയറിയിട്ടൊക്കെ ആയിരിക്കും ഈ പാമ്പുകൾ പുറത്ത് വരുന്നത്. എനിവേ, എന്താണെങ്കിലും പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ആളുകൾക്കുണ്ട്. അതിൽ ഒന്നാമത്തത് എനിക്ക് തോന്നുന്നു, ഈ എല്ലാ പാമ്പുകളും ശരിക്ക് പോയിസണസ് അല്ലല്ലോ. നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, പോയിസണസ് സ്നേക്കുകളുണ്ട്, നോൺ പോയിസണസ് സ്നേക്കുകളുണ്ട്. പ്രധാനമായിട്ടും നമ്മളെ നാട്ടിലുള്ളത് 4 പോയിസണസ് സ്നേക്കുകളാണ്. വേറെയുണ്ട്. നമ്മൾ ഈ 4 പറ്റി നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും കൂടുതൽ കേസ് ഉള്ളതുകൊണ്ടും അതിനെതിരെയാണ് നമ്മളെടുത്ത് ആൻറ്റി സ്നേക്ക് വെനം ഉള്ളത് എന്നതുകൊണ്ട് വേണം. അപ്പോൾ ഈ പ്രധാനമായിട്ട് പോയിസണസ് ആയിട്ടുള്ള സ്നേക്കുകളെ പറ്റി കേരളത്തിലെ ഈ മൊത്തം ജനങ്ങൾ ശരിക്ക് അവബോധം ഉണ്ടാവണം. ബേസിക് ഒരു നോളജ് നമുക്കുണ്ടാവണം. കാരണം അത് വളരെ പ്രധാനമാണ്. അപ്പോൾ അതിലൊന്ന് ഇല്ലേ, അണലി ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ക്രൈറ്റ് പറയും, ക്രൈറ്റ് വെള്ളിക്കട്ടൻ എന്ന് പറയും. പിന്നെ കോബ്ര എന്ന് പറഞ്ഞാൽ മൂർക്കൻ. പിന്നെ 2 വൈപ്പറുകൾ എന്ന് വെച്ചാൽ അണലി, റസൽസ് വൈപ്പറും സോസ്കേൾഡ് വൈപ്പർ ഉണ്ട്. പിന്നെ നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ ഹംബ്നോസ് പിറ്റ് വൈപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാമ്പും, പിന്നെ മലബാർ റീജിയൻസിൽ മലബാർ പിറ്റ് വൈപ്പർ, അണലി ഗ്രൂപ്പ്. ഈ ഒരു ഗ്രൂപ്പ് അണലി ഗ്രൂപ്പിലുകളിൽ പെട്ട പാമ്പുകളും പിന്നെ ബാക്കി 2 പാമ്പുകളും. ഇതാണ് ഏറ്റവും വെനമസ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് മിക്കവാറും നമ്മൾ കാണുന്നതൊക്കെ നോൺ വെനമസ് എന്ന് വെച്ചാൽ അത് വിഷം ഇല്ലാത്ത പാമ്പുകളാണ്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് വിഷമില്ലാത്ത പാമ്പ് നീർക്കോലികളാവാം, അതല്ലെങ്കിൽ ഇപ്പോൾ സാൻഡ് ബോവ എന്ന് പറഞ്ഞിട്ടുണ്ട്, ട്രിങ്കറ്റ്, പിന്നെ കാട്ടുപാമ്പ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പാമ്പുകളുണ്ട്. ഇവകൾക്ക് ഒന്നും വിഷമില്ല. ഇവളുകൾ കടിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാനും പോകുന്നില്ല. ഇനിയിപ്പോൾ വിഷമുള്ളൊരു പാമ്പാണ് നമ്മൾ കടിച്ചെന്ന് വിചാരിക്കുക, അപ്പോഴും നമുക്ക് എന്തായാലും വിഷമേറ്റു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഡ്രൈ ബൈറ്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു പാമ്പിന് 2 രീതിയിൽ ചെയ്യാം. ഒന്ന് കടിക്കുന്ന സമയത്ത് ഇപ്പോൾ ഇവരുടെ പല്ലിൻ്റെ നേരെ സൈഡിൽ തന്നെയാണ് ഈ വിഷം അടങ്ങിയിട്ടുള്ള ഗ്രന്ഥി ഉള്ളത്. അപ്പോൾ ആ ഗ്രന്ഥിയിൽ നിന്ന് ഇത് പ്രൊഡ്യൂസ് ചെയ്യണോ ചെയ്യേണ്ടേ എന്നുള്ളത് ഈ പാമ്പിന് തന്നെ ഡിസൈഡ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് അഡൾട്ടായിട്ടുള്ള പാമ്പുകൾക്ക്. കുട്ടികളായിട്ടുള്ള പാമ്പുകൾക്ക് ചിലപ്പോൾ ചെറിയ കുഞ്ഞു പാമ്പുകൾക്ക് ചിലപ്പോൾ അതിന് കൺട്രോൾ കുറവായിരിക്കും. അപ്പോൾ ഈ അഡൾട്ടായിട്ടുള്ള പാമ്പുകൾ ചില സമയത്ത് ജസ്റ്റ് ഒന്ന് കടിച്ചിട്ട് പോകുന്ന സമയത്ത് ഇത് ഫുള്ളായിട്ട് ഈ വിഷം നമ്മളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അപ്പോൾ ചില സമയത്ത് മാത്രമേ ഇത് കടിക്കുള്ളൂ. അപ്പോൾ കടിക്കുന്ന സമയത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ട്രാൻസ്മിറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറ്റുന്നില്ലെങ്കിൽ അതിന് നമ്മൾ ഡ്രൈ ബൈറ്റ് എന്ന് പറയാം. അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് ലക്ഷണങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ കടിച്ച പാമ്പ് വിഷമുള്ളതാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമത്തെ പ്രശ്നം, കടിച്ച പാമ്പിനെ നമുക്ക് അപ്പം തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ നമ്മൾ അപ്പം തന്നെ കടിച്ചിട്ട് പാമ്പിനെ നോക്കിയിട്ട് അപ്പം തന്നെ കൊന്നിട്ട് കൊണ്ടുവരും, ഇതാണ് പാമ്പ് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരും. അപ്പം നമുക്ക് കുറച്ചുകൂടി റിലയബിൾ ആയിട്ടുള്ള എടുക്കാം. പക്ഷേ യൂഷ്വലി സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വലിയ പ്രശ്നം, പാമ്പ് കടിച്ച്
പാമ്പ് പാമ്പിൻ്റെ വഴിക്ക് പോയിട്ടുണ്ടാവും. പിന്നെ എവിടെയാണ് ആ പാമ്പ് എന്നുള്ളത് കണ്ട ആ സ്ഥലത്ത് ഇവർ തപ്പും. എന്നിട്ട് തപ്പിയിട്ട് അവസാനം ഒരു പാമ്പിനെ കിട്ടും. ആ പാമ്പിനെയും കൊണ്ടുവരും. നമുക്ക് എന്ത് ഉറപ്പാണത് ഇതാണ് ആ പാമ്പ്? ആ സ്ഥലത്ത് 2 പാമ്പുണ്ടെങ്കിലോ? അപ്പം അത് വെച്ചിട്ട് നമുക്ക് ഈ പാമ്പ് വിഷമില്ലാത്തതായിരുന്നു, ഇത് തന്നെയാണ് കടിച്ചെന്ന് അവർ 100% പറയുകയാണെങ്കിൽ നമുക്കൊരു ധൈര്യത്തിൽ നിൽക്കാം. ചിലപ്പോൾ ഇത് പാമ്പ് വിഷമില്ലാത്ത പാമ്പായതിന് കുഴപ്പമില്ല. പക്ഷേ ഇതാണെന്നുള്ള ഉറപ്പില്ലാത്ത സ്റ്റേറ്റിലൊക്കെ നമ്മളെപ്പോഴും നോക്കുന്നത് രോഗിയുടെ ലക്ഷണങ്ങളാണ്. നമ്മളിപ്പോൾ പാമ്പ് കടിച്ചെന്ന് വിചാരിച്ചാൽ ആ പാമ്പിനെ കൊന്നിട്ട് തന്നെ അങ്ങോട്ട് വരാൻ പാടുള്ളൂ എന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. അല്ലെങ്കിൽ ആ പാമ്പിനെയും പിടിച്ചുകൊണ്ട് വരണം എന്ന് പറയാനില്ല. കാരണം അതിന് വേണ്ടിയിട്ട് സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ല. ഏതൊരാളും പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ആദ്യം ഹെൽത്ത് കെയർ സെറ്റപ്പിലേക്ക് എത്തുക. അവരുടെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും. നമ്മൾ ക്ലിനിക്കലി നോക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ രീതിയിൽ ഓരോ പാമ്പിനും പല രീതിയിലായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ. ബേസിക്കലി 2 തരത്തിലുള്ള ലക്ഷണങ്ങളാണ് അവർ കാണിക്കുക. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൽ തന്നെ കോബ്ര, അതുപോലെ തന്നെ ക്രൈറ്റ്, അതായത് വെള്ളിക്കെട്ടനാണെങ്കിലും മൂർഖനാണെങ്കിലും സാധാരണ നമ്മളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന രീതിയിൽ ന്യൂറോടോക്സിക് ആയിട്ടുള്ള വിഷമാണ് നാഡീവ്യൂഹത്തിനെ ബാധിക്കുക. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തായിരിക്കും? ഇപ്പോൾ കടിച്ച ഭാഗത്ത് തരിപ്പ് പോലെ ആയിരിക്കും ചിലപ്പോൾ തുടങ്ങുന്നുണ്ടാവുക. അത് കഴിഞ്ഞതിൻ്റെ ശേഷം ചിലപ്പോൾ 2 കണ്ണുകളും ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ താന്നു വരുന്ന പോലെ തോന്നും. അതായത് ടോസിസ് നമ്മൾ പറയാം. എന്ന് വെച്ചാൽ നമുക്ക് കണ്ണ് പൊക്കാൻ ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നും. ചില ആളുകൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ട്, സൗണ്ട് പുറത്തേക്ക് വരാത്ത പോലെ തോന്നും. ചില ആളുകൾക്ക് പിന്നീട് അതിൻ്റെ വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അത് നമ്മുടെ ശ്വാസം എടുക്കുന്ന, ചില ആളുകൾക്ക് കയ്യിനും കാലിനും ബലക്കുറവ് പോലെ വരാം. ചില ആളുകൾക്ക് ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വെള്ളം കുടിക്കുന്ന സമയത്ത് തരിപ്പ് പോകുന്ന പോലെ തോന്നും. ഇനി അത് കൂടി വരുന്ന സമയത്ത് ചിലപ്പോൾ ശ്വാസകോശത്തിന് അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡയഫ്രം പോലത്തെ മസിൽസിനെ അഫക്റ്റ് ചെയ്തിട്ട് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വരെ വരാം. മിക്കവാറും ഇവരൊക്കെ മരണപ്പെടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് വന്ന് പെട്ടെന്ന് ഓക്സിജൻ്റെ അളവുകളൊക്കെ കുറഞ്ഞിട്ടാണ് മരണത്തിലേക്ക് പോകുന്നത്. ഈ കോബ്ര ക്രൈറ്റ് ന്യൂറോടോക്സിക് ആയിട്ടുള്ള പാമ്പുകൾ. അപ്പോൾ ഇതിലിപ്പോൾ തന്നെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ക്രൈറ്റ് ആണ്. ക്രൈറ്റ് ഇപ്പോൾ കുറച്ച് കൂടി വരുന്നുണ്ട്. പൊതുവേ ക്രൈറ്റുകളുടെ എണ്ണം വെള്ളിക്കെട്ടൻ വളരെ കുറവാണ്. പൊതുവേ വെള്ളിക്കെട്ടൻ കാരണം പാമ്പ് കടിയേറ്റിട്ടുള്ള കേസസ് കുറവാണെങ്കിലും ഇപ്പോൾ കുറച്ചായിട്ട്, ഇപ്പോൾ നമ്മളിപ്പോൾ റീസെൻ്റ്ലി കണ്ട 2 കുട്ടികളുടെ വിഷയത്തിലൊക്കെ ക്രൈറ്റാണ് കടിച്ചത്. ക്രൈറ്റിൻ്റെ വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ യൂഷ്വലി ഇപ്പോൾ നമ്മൾക്ക് ഈ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ MBBSനൊക്കെ പരീക്ഷയ്ക്ക് ഒരു എക്സാമിനൊരു കേസ് വരുന്ന സമയത്തൊക്കെ നമ്മളിത് ക്രൈറ്റാണ് കടിച്ചതെന്ന് മനസ്സിലാക്കുന്നത് വെച്ചാൽ രാത്രി ഒരാൾ നിലത്ത് കിടന്നുറങ്ങി, അയാൾ രാവിലെ എണീറ്റപ്പോൾ സംസാരിക്കാൻ പറ്റാതെയായി എന്നുള്ള രീതിയിലാണ് ഹിസ്റ്ററി പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ അതന്നെയാണ് യൂഷ്വലി ഈ ക്രൈറ്റിൻ്റെ പ്രത്യേകത. രാത്രിയാണ് മിക്കവാറും എല്ലാ ക്രൈറ്റുകളും പുറത്തേക്ക് ഇറങ്ങുന്നത്. വെള്ളിക്കെട്ട് ഇത് കടിക്കുന്നതെന്ന് വെച്ചാൽ നിലത്തുള്ള പ്രതലത്തിലൂടെ എന്ത് ചെയ്യും, ഇത് വന്നിട്ട് ഇപ്പം നമ്മൾ നിലത്ത് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ സമയത്ത് നമ്മളെ കടിച്ചിട്ട് പോകും. ചിലപ്പോൾ ചെറിയ കടിയായിരിക്കും, ആ സ്ഥലത്ത് പലപ്പോഴും ബൈറ്റ് മാർക്ക് ഉണ്ടാവില്ല എന്നുള്ളതും വേദന ഉണ്ടാവില്ല എന്നുള്ളതും, അവിടെ വേദന ഉണ്ടാവില്ല. ആ കടിച്ച ഭാഗത്ത് പ്രത്യേകിച്ച് നമുക്ക് ലക്ഷണങ്ങളൊന്നും കാണാനും പറ്റില്ല. അതാണ് ഈ ന്യൂറോടോക്സിക് ക്രൈറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് ബാക്കി ലക്ഷണങ്ങൾ വരുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് വരികയാണെങ്കിൽ പോലും ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് ബാക്കി ലക്ഷണങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഇത് മിക്കവാറും ഒരു പാമ്പ് കടിച്ചതായിരിക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ചിലപ്പോൾ മരുന്ന് കൊടുക്കുമ്പോൾ ഇമ്പ്രൂവ് ആയ കേസുകളുണ്ട്. ഇപ്പോൾ നമുക്കൊരു കേസ് ഉണ്ടായിരുന്നു, ഒരു 38 വയസ്സായ ഒരു സ്ത്രീ, അവർ ഹോസ്പിറ്റലിലേക്ക് വന്നത് സാധാ പോലെ പെട്ടെന്ന് ഒരു ദിവസം സംസാരിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്, സൗണ്ട് പുറത്തേക്ക് വരുന്നില്ല, ഇത് മാത്രമേ പറയുന്നുള്ളൂ. നമ്മളെത്തി, അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കാഷ്വാലിറ്റിയിൽ ഇങ്ങനെ നോക്കി, അതിൻ്റെ ഇടയിൽ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ താന്നു പോകുന്നുണ്ടോ എന്നുള്ള സംശയം. ഇതെന്താണ് അസുഖം എന്നുള്ള മനസ്സിലാവുന്നത്. നമ്മൾ മയസ്തീനിയ എന്ന് പറയുന്ന ഞരമ്പിനെ ബാധിക്കുന്ന അസുഖമുണ്ട്, ഇതെന്തെങ്കിലും ആണോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് മുമ്പൊന്നും നമുക്ക് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല, ഇന്നലെ മുതലാണ് തുടങ്ങിയത്. അപ്പോൾ നമ്മൾ വെറുതെ ചോദിച്ചത് ഇന്നലെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്തോ? ഇല്ല, ഇന്നലെ കുറച്ച് വയലിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ നിലത്ത് തന്നെയാണ് കിടന്നുറങ്ങിയതെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു സംശയം കൊടുങ്ങി നമ്മൾ എന്താ വെച്ചാൽ മിക്കവാറും ഇത് പാമ്പ് കടിച്ചതായിരിക്കും എന്ന് വിചാരിച്ചാൽ ആൻറ്റി സ്നേക്ക് വിനോ അതുപോലെ തന്നെ ഇതിന് കൊടുക്കേണ്ട ഈ ഞരമ്പിനെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് നിയോസ്റ്റിഗ്മിൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മരുന്നും കൂടെ കൊടുക്കും. ഇതങ്ങ് കൊടുത്തതും പേഷ്യൻ്റ് ഡ്രമാറ്റിക്കലി ഇമ്പ്രൂവ് ആയി. പിന്നീട് നമ്മൾ ശരീരത്തിൽ മൊത്തം തപ്പിയപ്പോൾ ചെറിയ രീതിയിൽ എന്ത് ചെയ്യും, ഈ കയ്യിൻ്റെ ഇവിടെ ചെറിയൊരു അടയാളം, അത് തന്നെ അടയാളാക്കിയിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു സംശയമല്ലേ. ഇതിൽ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഒന്ന് ഓരോ സ്നേക്ക് ബൈറ്റ് കേസും എന്താണ്, അത് സ്പെഷ്യൽ കേസാണ്, ഡിഫറെൻറ്റ് കേസാണ്. അപ്പോൾ കമ്പയർ ചെയ്യാൻ പറ്റില്ല, മുന്നേ സംഭവിച്ചത് അതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ സ്നേക്ക് ബൈറ്റ് കേസിനെയും അതൊരു പ്രശ്നമായി കണ്ട് ഡോക്ടറെ ഹെൽത്ത് ഫെസിലിറ്റി സംവിധാനമുള്ള സ്ഥലത്തേക്ക് പോകണം. രണ്ടാമത് ഈ ലക്ഷണങ്ങൾക്കനുസരിച്ചാണ് ഡോക്ടർമാർ ഇത് ഏത് തരം പാമ്പാണെന്നും ചികിത്സ വേണോ വേണ്ടെന്നൊക്കെ തീരുമാനിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് മറ്റേ ഇപ്പോൾ ഈ അണലി വർഗ്ഗങ്ങളുടെ ലക്ഷണങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ആ കടിച്ച സ്ഥലങ്ങളിൽ നല്ല റിയാക്ഷൻസ് ഉണ്ടാവും, ലോക്കൽ റിയാക്ഷൻ കൂടുതലായിരിക്കും. നമുക്ക് അവിടെ എന്തോ കടിച്ചിട്ടുണ്ടെന്ന് തന്നെ മനസ്സിലാവും. അവിടെ വീർത്ത് വരും, അവിടെ ആ സ്ഥലത്ത് നിന്ന് ചോര നിൽക്കാതെ വരുന്നുണ്ടാവും. ചിലപ്പോൾ ഇത് കിഡ്നിയുടെ ബാധിക്കാം, അതുപോലെ തന്നെ ബാക്കി രക്തത്തിനെ മൊത്തത്തിൽ ബാധിക്കാം. അപ്പോൾ ആ രക്തത്തിന് മൊത്തം ബാധിച്ചിട്ട് എവിടെ വേണമെങ്കിലും ശരീരത്തിൽ എവിടെ വേണമെങ്കിലും ബ്ലീഡിങ് വരാം.
അപ്പോൾ ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ ആണെങ്കിൽ അത് അണലി. അപ്പോൾ അതിനാണെങ്കിൽ നമുക്ക് ASV എന്ന് പറഞ്ഞിട്ടുള്ള മരുന്ന് തന്നെയാണ് കൊടുക്കാനുള്ളത്. അപ്പോൾ ലക്ഷണങ്ങൾ ഡിഫറെൻ്റ് ആണ്. നമ്മൾ ലക്ഷണങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ വരാനൊന്നും കാത്തിരിക്കരുത്. നേരെ ഡോക്ടറെ അടുത്ത് പോവുക. ലക്ഷണങ്ങൾ നോക്കുന്നതും ബാക്കി ടെസ്റ്റുകൾ ചെയ്യുന്നതെല്ലാം ഹോസ്പിറ്റലിൽ നിന്നാണ്. തീർച്ചയായിട്ടും. പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ പൊതുവേ ഒരു 24 മണിക്കൂറെങ്കിലും ഒരു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ടെസ്റ്റുകളും കാര്യങ്ങളുമായിട്ട് നമ്മൾ മോണിറ്ററിങ്ങിൽ വെക്കണം. യൂഷ്വലി എന്താ ഇപ്പോൾ കോളേജിലൊക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ കാഷ്വാലിറ്റിയിലേക്ക് അവർ ഓടി വരും. ഓടി വന്നിട്ട് നമ്മളോട് ഇങ്ങനെ പാമ്പ് കടിച്ചാണ് പെട്ടെന്ന് നോക്കണം, ഇപ്പോൾ തന്നെ നോക്കണം എന്നൊക്കെ പറയും. നമ്മളപ്പോൾ തന്നെ വേഗം നോക്കിയിട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, നമുക്ക് നോക്കണം, 24 മണിക്കൂർ നമുക്ക് ഒബ്സർവേഷൻ വേണമെന്ന് പറയും. അപ്പോൾ അവർ ഓക്കെ പറയും. ഒരു 10 മണിക്കൂർ കഴിഞ്ഞിട്ട് ചോദിക്കും ഒരു കുഴപ്പമില്ല, ഞങ്ങൾ പോട്ടെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇതൊരു കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പ്രസൻറ്റേഷൻസ് വരിക. അപ്പോൾ അത് അവർ പറഞ്ഞ് മനസ്സിലാക്കിയാലും ചില ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ഇതിൻ്റെയൊക്കെ ഒരു ശാസ്ത്രം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണല്ലോ. ഈ ശാസ്ത്രീയമായി ഇതിനെ അപ്രോച്ച് ചെയ്യുക, ഇതിൻ്റെ കറക്റ്റ് ശാസ്ത്രം അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഒരാഴ്ച മുമ്പ് ഒരു കേസ്, ഒരു കുട്ടി പാമ്പ് കടിച്ച് 8-9 വയസ്സുള്ളൊരു കുട്ടി പാമ്പ് കടിച്ചത് വരുന്നു. ഇതുപോലെ സിംറ്റംസ് വെച്ചിട്ട് നേരത്തെ പറഞ്ഞ കണ്ണടഞ്ഞു പോകുന്നുണ്ട്, അപ്പോൾ ഒരു ന്യൂറോ ടോക്സിക് ഇങ്ങനെ നമുക്ക് സംശയം വരുന്നു, ബൈറ്റ് മാർക്കുണ്ട്, പാമ്പിനെ അവർ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവരോട് അഡ്മിറ്റ് ചെയ്യണമെന്നും ഒബ്സർവേഷനിൽ ഇരിക്കണമെന്നും ആൻറ്റിസ്നേക്ക് വേണം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ തിരിച്ചവർ ചോദിച്ചൊരു ചോദ്യം വളരെ രസകരമാണ്. ഇത് ഏത് പാമ്പാണെന്നൊരു ടെസ്റ്റ് ചെയ്ത് അങ്ങോട്ട് കണ്ടുപിടിച്ചൂടെ? അത് എത്ര അളവിൽ പിന്നെ കടിച്ചിട്ടുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചൂടെ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സിമ്പിൾ ടെസ്റ്റ് കൊണ്ട് ഏത് പാമ്പാന്ന് ആണ് കടിച്ചതെന്നും അത് എത്രത്തോളം വിഷം ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊന്നും കണ്ടുപിടിക്കാനുള്ള സംവിധാനങ്ങൾ ഈ നിമിഷം വരെ നിലവിലില്ല. ആകെ ലക്ഷണങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ് ഒരു പോയിന്റ്. രണ്ടാമത്, ലക്ഷണങ്ങൾ വ്യത്യസ്ത പാമ്പുകൾക്ക് വ്യത്യസ്തമായിരിക്കും ലക്ഷണങ്ങൾ വരിക. ഇതൊരു എക്സ്പേർട്ടാണ് ഇത് ഡീൽ ചെയ്യേണ്ടത്. മൂന്നാമത്, ലക്ഷണങ്ങൾ കടിച്ച ഉടനെ വന്നുകൊള്ളണമെന്നില്ല. കടിച്ച ഉടനെ നല്ല പിന്നെ ടോക്സിൻ ഉള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ വരാം. അതൊക്കെ ബൈറ്റ് പോലെ ഇരിക്കും, അതൊക്കെ ലക്ക് പോലെ ഇരിക്കും. ചില കേസിൽ കടിച്ച ഉടനെ വന്നോളണമെന്നില്ല. ഈ അണലിയിൽ തന്നെ നമ്മൾ ഇനീഷ്യലി സിംറ്റം ചിലപ്പം കുറഞ്ഞ് വീണ്ടും സിംറ്റം വന്നൂടെ അല്ലേ? ഒരു ദിവസം 2 ദിവസം കഴിഞ്ഞിട്ട് സിംറ്റംസ് വരാം, ഡിലേഡ് ആയിട്ടും വരാം. അതെ. നമ്മളെപ്പോഴും ആ സിംറ്റംസിനെ എന്തെങ്കിലും നമ്മൾ അതിൻ്റെ ലക്ഷണങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പ്രത്യേകിച്ച് ന്യൂറോളജിക്കൽ, അതായത് ഞരമ്പിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ വിട്ടുപോകുക. മറ്റേത് നമ്മൾ ആ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും. ക്രൈറ്റിൻ്റെ ആണ് പ്രശ്നം. അപ്പോൾ അതിൻ്റെ വെള്ളിക്കെട്ടൻ്റെ ബാക്കി ലക്ഷണങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട്, പ്രത്യേകിച്ച് സൗണ്ടൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കില്ല. അതായത് ഇപ്പോൾ എന്തോ കടിച്ചിരുന്നു, അതിൻ്റെ ശേഷം സൗണ്ട് പോയി ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കില്ല. അങ്ങനെ ശ്രദ്ധിക്കാതെ പോകരുത് എന്നുള്ളത് മാത്രമേ ഇതിലുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഒബ്സർവേഷനൊക്കെ നിൽക്കുന്ന ആളുകൾ, പാമ്പ് കടിച്ച ആളുകൾ ഭക്ഷണമൊന്നും കഴിക്കാതിരിക്കും. ചില ആളുകൾ ഭക്ഷണമൊന്നും കൊടുക്കാതെ ചിലപ്പോൾ പട്ടിണിക്കിട്ട് വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിപ്പോൾ നമ്മൾ കുറച്ച് നേരത്തേക്ക് നിർദ്ദേശത്തിനനുസരിച്ച് നോക്കാം. മിക്കവാറും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും ആ സമയത്ത് ഇല്ലെങ്കിൽ അവർക്ക് വെള്ളം കുടിക്കുന്നതിനും ബാക്കിയുള്ളതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ലക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ പൊതുവിലുള്ള പാമ്പുകളെ പറ്റി അറിയണം, പിന്നെ അവരുടെ ലക്ഷണങ്ങളെ പറ്റി അറിയണം, അവ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങളെ പറ്റി അറിയണം, അതിനെപ്പറ്റി അവബോധം ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മളതിൻ്റെ ചികിത്സയിലേക്ക് വരാം. പിന്നെ അതിലെ ഒരു തെറ്റിദ്ധാരണ ഉള്ളത്, പാമ്പ് കടിച്ചാൽ ഈ സയൻറ്റിഫിക് ട്രീറ്റ്മെൻറ്റ് മോഡേൺ മെഡിസിനിൽ ചികിത്സയില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ തെറ്റിദ്ധാരണ ശരിക്ക് വളരെയധികം ആളുകൾക്കുണ്ട്. അത് മാറ്റേണ്ട ഒരു കാര്യമാണ്. നേരത്തെ തൻവീർ ഡോക്ടർ തന്നെ പറഞ്ഞു, ഡ്രമാറ്റിക് ചേഞ്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ മരുന്ന് കൊടുത്തിട്ട് വലിയ മാറ്റം വരുന്ന കുറച്ച് മരുന്നുകൾ സത്യം പറഞ്ഞേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഹൈപ്പോഗ്ലൈസീമിയ, ഷുഗർ കുറഞ്ഞ ഒരാൾ വരുന്നു, നമ്മൾ ഷുഗർ അങ്ങനെ നമ്മൾ ഷുഗർ കൊടുക്കുന്നു, ഡ്രമാറ്റിക് ചേഞ്ച് വരുന്നു. അതുപോലെ ഇത് സാധാരണക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാമ്പ് കടിച്ച് കറക്റ്റ് ഡോക്ടർമാരെ അടുത്തെത്തി, ഡോക്ടർമാരത് ലക്ഷണങ്ങളുണ്ടായിരുന്നു മനസ്സിലാക്കി, ചില സഹായകമായ കുറച്ച് ടെസ്റ്റുകളുണ്ട് അങ്ങനെ മനസ്സിലാക്കി, ഈ ആൻറ്റി സ്നേക്ക് വെനം എന്നുള്ള മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക, ഡ്രമാറ്റിക് ആയിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. നമ്മുടെ കൺമുന്നിൽ ആ ലക്ഷണങ്ങളൊക്കെ ഇങ്ങനെ അലിഞ്ഞില്ലാതെയാവും. അങ്ങനെ എത്രയോ കേസുകൾ ഇമ്പ്രൂവ് ആവുന്ന കേസുകൾ ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും അത് നമ്മൾ വാർത്തയാക്കാത്തതുകൊണ്ടാണ്. ഓരോ ഡോക്ടറുടെ ഇമ്പ്രൂവ് ആവുന്നല്ല, പക്ഷേ ഏകദേശം നമ്മൾ കാണുന്നതിൽ കുറേ എണ്ണം. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം നമ്മളിപ്പോൾ ഈ ASV കൊടുത്താലും ചിലതിൻ്റെ ടോക്സിൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അതിൽ കുറേ ഫാക്ടേഴ്സ് ഉണ്ടാവില്ലേ? അതെ. അപ്പോൾ അത്രയും ടോക്സിൻ ഭയങ്കര കൂടുതലാണ്. അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെ ഏജ് അനുസരിച്ചും അവരുടെ ശരീരത്തിൻ്റെ ഘടനയനുസരിച്ചും ബാക്കി കോമോർബിഡിറ്റീസ്, വേറെ എന്തൊക്കെ അസുഖങ്ങൾ ഓൾറെഡി ഉണ്ട് എന്നുള്ളതിനനുസരിച്ചൊക്കെ ഡിഫറെൻ്റ് ആവും. അത്രയും നല്ല, ചിലപ്പോൾ ഇനിയിപ്പോൾ ഒരു അസുഖം ഇല്ലെങ്കിൽ പോലും നല്ലൊരു ടോക്സിനാണ് ഉള്ളിലേക്ക് എത്തിയത്, അതിൻ്റെ ആക്ഷൻസ് കുറച്ച് നേരമായി വർക്ക് പിന്നെ നമ്മൾക്ക് ASV കൊടുക്കാൻ, ഈ മരുന്ന് കൊടുക്കാൻ കുറച്ച് ലേറ്റായി,
അങ്ങനെയൊക്കെ വരുമ്പോഴേക്ക് ചിലപ്പോൾ ചില സമയങ്ങളിൽ നമുക്ക് റിസൾട്ട് കിട്ടാത്തതുണ്ട്. പക്ഷേ എന്നാലും റിസൾട്ട് കിട്ടിയ എത്രയോ കേസസ് നമ്മൾ കാണുന്നുണ്ട്. എപ്പോഴും കേസുകളായിരിക്കും കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വെച്ചാൽ ഈ റിസൾട്ട് വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് കൂടി പറഞ്ഞു പോകാൻ തോന്നുന്നു. അതിൽ ഒന്ന് ASV എന്നുള്ള മരുന്ന്, ആൻറ്റി സ്നേക്ക് വെനം എന്നുള്ള മരുന്ന് 4 തരം പാമ്പുകൾക്കാണ് പ്രധാനമായിട്ടും അത് യൂസ്ഫുൾ ഉള്ളൂ. അതിൽ കോബ്ര അല്ലേ, വേറൊന്ന് ക്രൈറ്റ്. കോബ്ര മീൻസ് മൂർഖൻ, ക്രൈറ്റ് വെള്ളിക്കട്ടൻ, ദെൻ 2 തരം വൈപ്പർ അല്ലേ, ഒന്ന് റസൽസ് വൈപ്പറും സോ സ്കെയിൽഡ് വൈപ്പറും. സോ സ്കെയിൽഡ് വൈപ്പർ നമുക്ക് നാട്ടിലില്ല. ഇല്ല, എനിവേ നമ്മുടെ നാട്ടിൽ കുറവാണ്. അപ്പോൾ 3 നമ്മുടെ നാട്ടിലുള്ളതിൽ കോബ്ര, പിന്നെ വെള്ളിക്കട്ടൻ, റസൽസ് വൈപ്പർ. അപ്പോൾ തിയററ്റിക്കലി പറയുമ്പോൾ നാട്ടിലില്ലെങ്കിലും സോ സ്കെയിൽഡ് വൈപ്പറുണ്ട്. ഈ 4 ഇനം പാമ്പുകൾക്കെതിരെയാണ് ഈ ആൻറ്റി സ്നേക്ക് വനത്തിൽ മറുമരുന്നുള്ളത്. അപ്പോൾ ഈ 4 തരം പാമ്പുകളാണ് വളരെ സാധാരണയായിട്ടുള്ളത് എന്ന് നമ്മൾ പറയുമ്പോഴും ഇതിൻ്റെ അപ്പുറത്തുള്ള 2-3 പാമ്പുകൾ ഇവിടെ ഉണ്ട്. ഒന്ന് HNPV, ഈ അംബുനോസ് പിറ്റ് വൈപ്പർ എന്നുള്ളതും വേറൊന്ന് മലബാർ പിറ്റ് വൈപ്പർ. ഈ 2 വൈപ്പറും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഈ 2 പാമ്പാണ് കടിച്ചതെങ്കിൽ ഈ ആൻറ്റി സ്നേക്ക് വനം കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മളിത് കറക്റ്റ് പാമ്പിനെ പിടിച്ച ആൾക്കാർ വരാത്ത സമയത്ത് നമുക്ക്, അതായത് ഈ 4ൻ്റെ അപ്പുറത്തുള്ള പാമ്പാണ് കടിച്ചതെങ്കിലാണ് അതൊന്ന് എഫക്റ്റ് ആവാതെ വരുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കേസസ് ഈ 4 വരുന്നതായതുകൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. മറ്റേത് നമ്മളെടുത്ത് ഈ 4 വരാത്ത പാമ്പുകൾക്ക് നിലവിൽ നമ്മളെടുത്ത് മറുമരുന്നില്ല. അതാണൊരു കാരണം. രണ്ടാമത്തത്, ഈ നമ്മൾ സാധാരണ നെഞ്ചുവേദനക്കൊക്കെ ഗോൾഡൻ അവർ, ഗോൾഡൻ മിനിറ്റ്സ് എന്നൊക്കെ പറയാറുണ്ട്. MI അല്ലേ, ഈ നെഞ്ചുവേദന, പിന്നെ സ്ട്രോക്ക്, അതുപോലെ ഹാർട്ട് അറ്റാക്ക് അല്ലേ, നെഞ്ചുവേദന അല്ല ഹാർട്ട് അറ്റാക്കിനൊക്കെ നമ്മൾ ഗോൾഡൻ അവർ പറയാറുണ്ട്. എനിക്ക് തോന്നുന്നു അതിനേക്കാളൊക്കെ ഗോൾഡൻ അവർ അല്ലെങ്കിൽ ഗോൾഡൻ മിനിറ്റിൻ്റെ കൺസെപ്റ്റ് നമ്മുടെ സമൂഹം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണെങ്കിൽ പാമ്പ് കടിയുമായി ബന്ധപ്പെട്ട ശരിക്കും സമയം ഇതിലൊരു ഫാക്ടറല്ലേ? ശരിക്കും നമ്മൾ ഇപ്പോൾ ഇത് ഡിറ്റക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മളടുത്ത് ഒരു പേഷ്യൻറ്റ് വന്നു, ആ പേഷ്യൻ്റ് ലക്ഷണങ്ങൾ നോക്കി, ലക്ഷണങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ ടെസ്റ്റ്. ആ ക്ലോട്ടിങ്ങിൻ്റെ ടെസ്റ്റുകൾ അബ്നോർമലായി വരുന്നത് എപ്പോഴാണെന്നുള്ളത് നോക്കുക. നമ്മൾ ഇങ്ങനെ ഒരു 4 മണിക്കൂർ ഇടവിട്ടിട്ട് ഇങ്ങനെ നോക്കും, ലക്ഷണങ്ങൾ ഇല്ലാത്തൊരാളെ സംബന്ധിച്ചാണ് പറയുന്നത്. അപ്പോൾ ആ ബ്ലഡ് ക്ലോട്ടിങ്ങിൽ വ്യത്യാസം വന്ന് തുടങ്ങുന്ന ഒരു സമയം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളപ്പോൾ തന്നെ മരുന്ന് കൊടുക്കും. അപ്പോൾ നമ്മളിത് ഡിലേ ആയാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ പ്രശ്നം ആദ്യമേ സംഭവിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നമ്മളടുത്ത് ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് എത്തുമ്പോഴേക്ക് നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ബ്ലഡ് ക്ലോട്ടിങ് തീരെ ക്ലോട്ട് ചെയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തി. എന്ന് വെച്ചാൽ ആ വിഷം ഏകദേശം ഓൾറെഡി എത്തി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേറ്റിൽ നമ്മൾ ഡിലേ വരുത്തുന്നതൊക്കെ എന്ത് ചെയ്യും, ഇതിനെ ബാധിക്കും. കാരണം ഓൾറെഡി ഒരു വെനമുണ്ട്, അതിനെതിരെ ആക്ട് ചെയ്യാനുള്ള ഒരു പ്രോട്ടീനെതിരെ കൊടുക്കാനുള്ള ഒരു ആൻറ്റിബോഡി പോലത്തെ ഒരു സാധനം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത് ആക്ട് ചെയ്യണമെങ്കിൽ വെച്ചാൽ അത് ബൈൻഡ് ചെയ്യണം. അതിന് മുമ്പേ ഇത് ഓൾറെഡി ടോക്സിൻ എവിടെയൊക്കെ ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ ശരീരത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കൊടുക്കുന്നതുകൊണ്ട് വലിയ കാര്യം ഉണ്ടാവില്ല. അതെ, അപ്പോൾ ടൈം ഭയങ്കര ഫാക്ടറാണ്. എഫക്റ്റ് വരാതിരിക്കാനുള്ള കാരണം ടൈം ഭയങ്കര ഫാക്ടറാണ്. പിന്നെ നേരത്തെ തന്മി ഡോക്ടർ പറഞ്ഞ പോലെ ഈ എമൗണ്ട് ഓഫ് വെനം ഭയങ്കര കൂടുതൽ ഇഞ്ചെക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും പ്രയാസമായിരിക്കും, മൾട്ടിപ്പിൾ ബൈറ്റൊക്കെ. കാരണം ആൻറ്റി സ്നേക്ക് വെനത്തിൽ തന്നെ ഈച്ച് ml കണ്ടെയ്ൻ പിന്നെ ആൻറ്റിവെനം എഗെയിൻസ്റ്റ് ഇത്ര ഈ പറയപ്പെടുന്ന താഴെ പറയുന്ന ഈ 4 തരം പാമ്പുകൾക്കെതിരെയുള്ള ആൻറ്റിവെനം ഉണ്ട്, ഈച്ച് ml ഉണ്ട്. എന്നിട്ട് അവർ ഇത്ര ഗ്രാം ഇവരുടെ ടോക്സിനെയാണ് നിർവീര്യമാക്കുക എന്ന് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്പെസിഫിക്, അതായത് ഒരു നിശ്ചിത എമൗണ്ട് ആൻറ്റി സ്നേക്ക് വെനം ഒരു നിശ്ചിത എമൗണ്ട് ടോക്സിനെയാണ് നിർവീര്യമാക്കുക. അപ്പോൾ അത് അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ നിർവീര്യമാക്കുന്ന വിഷയത്തിൽ ചിലപ്പോൾ ഒന്നൊരു കുറവ് വരും എന്നുള്ളതാണ്. മറ്റൊന്ന് തന്മി ഡോക്ടർ പറഞ്ഞത് കോമോർബിഡിറ്റീസാണ്. ഇപ്പോൾ എക്സ്ട്രീംസ് ഓഫ് ഏജ്, ചെറിയ കുട്ടി, അതല്ലെങ്കിൽ വളരെ ഓൾഡ് ഏജ് ആയിട്ടുള്ള, ഓൾറെഡി ഹാർട്ട് അറ്റാക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ വേറെ വല്ല മറ്റ് അസുഖങ്ങളുള്ള ആൾക്കാരാകുമ്പോഴും ചിലപ്പം റിസൾട്ട് കുറവായിരിക്കും. ഇനി അതും അല്ലെങ്കിലും വേറൊരു കേസ് ഉണ്ടല്ലോ, അതായത് ഇപ്പോൾ പാമ്പ് കടിച്ചു വളരെ പാനിക്കായി കഴിയുമ്പോൾ പാനിക്കാകുമ്പോൾ രക്തയോട്ടം വല്ലാതെ കൂടും. അപ്പോൾ ഏകദേശം എല്ലാ ശരീരഭാഗത്തേക്കും ഈ ടോക്സിൻ എത്തുകയാണ്. അങ്ങനത്തെ കേസിലും റിസൾട്ട് കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ പാമ്പ് കടിച്ച സ്ഥലം വല്ലാതെ മൊബിലൈസ് ചെയ്യുന്നതുകൊണ്ട് റിസൾട്ട് കുറയില്ല അല്ലേ? പാമ്പ് കടിച്ച സ്ഥലം, നമ്മളെപ്പോഴും പാമ്പ് കടിച്ച സ്ഥലം ഇമ്മൊബിലൈസ് ചെയ്തിട്ട് കൊണ്ടുവരണം എന്ന് നമ്മൾ പറയാം. അപ്പോൾ പരമാവധി ഇളക്കാതെ വേഗത്തിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റിയിൽ ഈ ASV ഉള്ള സ്ഥലത്ത് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ഫാക്ടേഴ്സ്. പിന്നെ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട അൺനാച്ചുറൽ പ്രാക്ടീസസിനെ കൂടെ കുറിച്ച് പറയാൻ തോന്നും. ഇപ്പോൾ ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പോൾ പാമ്പ് കടിച്ച് മിക്കവാറും ഈ ഒരു നാട്ടിൻ പുറത്തുള്ള ആളുകളാണ് ചെയ്യുക. അപ്പോൾ ആ വിഷം എടുത്ത് ഒഴിവാക്കാനെന്ന് പറഞ്ഞിട്ട് ആ കടിച്ച സ്ഥലത്തൊന്ന് ചെത്തിയിട്ട് ചിലപ്പോൾ വലിച്ചെടുക്കുക എന്നുള്ള, ഈ വിഷം വലിച്ചെടുക്കുക എന്നുള്ള രീതിയിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷേ പൊതുവേ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും കേരളത്തിലിപ്പോൾ അതിനുള്ള അവബോധം കുറച്ച് ആളുകൾക്ക് വന്നതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറവാണ്. ഒന്ന്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, മുമ്പൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ മേലെ നല്ല കെട്ടണം എന്നുള്ള രീതിയിൽ.
പിന്നെ നമ്മളത് ലൂസാക്കണം. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റഡീസ് വരുന്നതിനനുസരിച്ച് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പോൾ പറയുന്നത് പ്രത്യേകിച്ച് കെട്ടൊന്നും കെട്ടണ്ട, പക്ഷേ ഇമ്മൊബിലൈസ് ചെയ്ത് വെക്കണം. എന്ന് വെച്ചാൽ അത് ഇളക്കാത്ത രീതിയിൽ ഇപ്പോൾ ഒരു മരക്കഷ്ണം എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നമ്മളൊരു പൊട്ടിയാൽ, ഇപ്പോൾ എല്ലൊക്കെ പൊട്ടിയാൽ നമ്മളതിനെ ഇമ്മൊബിലൈസ് ചെയ്ത് ഇളക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ ചെയ്യണം. വലിയ സ്ട്രോങ് ആയിട്ട് കെട്ടരുത്. കാരണം ആ കെട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ മിക്കവാറും ആ കെട്ടിൻ്റെ സ്ട്രെങ്ത് കാരണം ആ താഴേക്കുള്ള രക്തയോട്ടം മുഴുവനായിട്ട് നിന്നിട്ട് ചിലപ്പോൾ ആ കാലിൻ്റെ തന്നെ രക്തയോട്ടം തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക്, പ്രത്യേകിച്ച് ചിലപ്പോൾ ഒരു വയനാട്ടിൽ നിന്നാണ് ഇപ്പോൾ പാമ്പ് കടിച്ചത്, അവിടുന്ന് വേറെ ഒരു കോഴിക്കോട്ടിലേക്ക് കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അത്രയും സമയത്തേക്ക് ബ്ലഡ് സപ്ലൈ ഇല്ലാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതെ അതെ. അപ്പോൾ അത് ഒഴിവാക്കണം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ കഴുകുക, വൃത്തിയായിട്ട് കഴുകാം, സോപ്പിട്ട് കഴുകാം, എന്നിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരിക. പിന്നെ ആളെ സമാധാനിപ്പിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരാൾ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ പാമ്പ് കടിച്ചു പേടിക്കണമെന്ന് ആകെ എന്താ ചെയ്യാമെന്ന് വിചാരിച്ചാൽ നമ്മളും കൂടെയുള്ളവരും കൂടെ ആകെ വെപ്രാളം വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ BP കൂടാനും പിന്നെ അതുപോലെ തന്നെ സർക്കുലേഷൻസ് കൂടാനൊക്കെ ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു സമാധാനത്തിൽ ആക്കിയിട്ട് വേഗം ഹോസ്പിറ്റൽ സെറ്റപ്പിലേക്ക് പോകുക എന്നുള്ളതാണ് ചെയ്യുന്നത്. പിന്നെ ഇത് ആൻറ്റി സ്നേക്ക് വേണം ചികിത്സയുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംശയമാണ് ഇതിൻ്റെ അലർജിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എന്താണ് ആൻറ്റി സ്നേക്ക് വെനം? ഇത് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇക്വൈൻ ഇല്ലേ കുതിരയിൽ നിന്നും എടുത്ത ആൻറ്റി സ്നേക്ക് വെനമാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പോൾ ഇതൊരു മരുന്നാണ്, വേറെ ഒരു ജീവിയിൽ നിന്നും നമ്മളിലേക്ക് കുത്തിവെക്കുന്നു. എല്ലാ മരുന്നിനും അലർജി ഉണ്ടാകുന്ന പോലെ ഈ ആൻറ്റി സ്നേക്ക് വെനത്തിനും അലർജി ഉണ്ടാവും. അപ്പോൾ ഇത് ആൾക്കാർക്ക് ഭയങ്കര ഒരു കൺഫ്യൂസിങ് ആണ്. അപ്പോൾ നമ്മളതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പിന്നെ ആൻറ്റി സ്നേക്ക് വെനത്തിന് അലർജി ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതിന് മറുമരുന്നും നമ്മുടെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ അലർജി വരികയാണെങ്കിൽ കൊടുക്കാനുള്ള മരുന്നുകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടാണ് ഈ ആൻറ്റി സ്നേക്ക് വെനം നമ്മൾ കൊടുക്കുന്നത്. എന്നാലും റയർ കേസിൽ പിന്നെ നമുക്ക് അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടാവാം, നല്ല അലർജി ഉണ്ടാവാം. പക്ഷെ അപ്പോഴും നമ്മൾ കൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് സിംറ്റം ഇങ്ങനെ കൂടി മരണം വരെ സംഭവിച്ചേക്കാവുന്ന ഒരു കേസിൽ തീർച്ചയായിട്ടും കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. റിസ്ക് വേഴ്സസ് ബെനിഫിറ്റ് നോക്കുക എന്നുള്ളതാണ്. നമ്മൾ എടുക്കുന്ന റിസ്ക്കും നമുക്ക് അതുകൊണ്ട് കിട്ടുന്നൊരു ഗുണവും വെച്ച് നോക്കുന്ന സമയത്ത് ഏതാണ് മെച്ചം വരുന്നത് ആ രീതിയിലേക്ക് തീരുമാനം എടുക്കുക എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ. അതെ. അല്ല, നമ്മളിപ്പോൾ ഈ നേരത്തെ അൻവി ഡോക്ടർ പറഞ്ഞ പോലെ പാമ്പ് കടിക്കുന്നു, ആളുകൾ വളരെ പാനിക്കായി ഓടി വരുന്നു, ഡോക്ടർ നമ്മളെ തന്നെ ആദ്യം കാണണമെന്ന് പറയുന്നു, നമ്മൾ പരിശോധിച്ചിട്ട് നമ്മൾ പറയുന്നു നിങ്ങൾക്ക് ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കണം എന്ന് പറയുമ്പോൾ കുറച്ച് ആളുകൾ ഇതൊക്കെ പറയുമ്പോൾ ടെൻഷനാകുന്നു. പിന്നെ അവർ എന്നാൽ ഞങ്ങൾ ഒരാളോട് വിളിച്ചു നോക്കട്ടെ, എന്നാൽ വേറൊരു ആശുപത്രിയിൽ പോയി നോക്കട്ടെ. ഇതൊക്കെ ഈ ശാസ്ത്രീയമായിട്ടുള്ള അവബോധം ഇല്ലാത്തതുകൊണ്ടാണ്. തീർച്ചയായും. അപ്പോൾ അവിടെയൊക്കെ സമയം ഡിലേ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ 1-2 വാർത്തകൾ കണ്ട പോലെ ചില കേസിൽ ആൻറ്റി സ്നേക്ക് വെനം ഡോക്ടർമാർ കൊടുക്കാൻ വൈകി എന്നുള്ള ആരോപണമൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ കൊടുക്കാൻ വൈകുന്നു. അപ്പോൾ അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത് എന്നുള്ളതാണ്. ആൻറ്റി സ്നേക്ക് വെനം ഡോക്ടർമാർക്ക് കൊടുക്കുന്നതിന് അവരുടെ നമ്മൾ പഠിച്ചു വെച്ച മാനദണ്ഡങ്ങളുണ്ട്. അത് പ്രധാനമായിട്ട് ലക്ഷണങ്ങളും കുറച്ച് ടെസ്റ്റുകളും. അപ്പോൾ അത് ഏത് അസുഖത്തിനും, ആൻറ്റി സ്നേക്ക് വെനം എന്നുള്ളതല്ല, ഏത് അസുഖത്തിനും ഇപ്പോൾ ഒരു പാരസെറ്റമോൾ കൊടുക്കുകയാണെങ്കിൽ അതിനൊരു മാനദണ്ഡം ഉണ്ടാവും. എപ്പോഴാണ് പാരസെറ്റമോൾ കൊടുക്കേണ്ടത്, ഒരു പനി വന്നാൽ കൊടുക്കണം, വേദന വരുമ്പോൾ കൊടുക്കണം, അങ്ങനെ നമ്മുടെ മാനദണ്ഡങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ആൻറ്റി സ്നേക്ക് വെനം കൊടുക്കേണ്ട ഇൻഡിക്കേഷൻസ് ഉണ്ടാവും. ആ ഇൻഡിക്കേഷൻസ് ആ രോഗികൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കും. ഭാഗ്യക്കേടിന് ആ ഇൻഡിക്കേഷൻസ് ഇല്ലെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും കൊടുക്കില്ല. കാരണം അതൊരു അനാവശ്യ ഇൻ്റർവെൻഷൻ ആവുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇത്തരം സംശയങ്ങളാണ് പൊതുവിലുള്ളത്.